കസ്റ്റമർ നമ്മളോട് റെഫറൻസ് അയച്ചു തന്നപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്നൊരു ഡിസൈനാണ് കേട്ടോ. അത് കൂടുതലും ബട്ടർ ക്രീമിലാണ് ചെയ്യുന്നത്. അപ്പം യൂട്യൂബൊക്കെ ഇൻസ്റ്റയൊക്കെ സെർച്ച് ചെയ്തപ്പം ഈ സ്റ്റെൻസിൽ ഡിസൈന് വിപ്പിംഗ് ക്രീമിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച് 1-2 കട കയറിയിട്ട് ഈ സ്റ്റെൻസിലിൻ്റെ ഷീറ്റ് കിട്ടാഞ്ഞിട്ട് ഞാൻ തപ്പി കണ്ടുപിടിച്ച് ഉദ്ദേശിച്ച ഒരു ഡിസൈൻ കിട്ടിയില്ലെങ്കിലും അല്ലാത്തൊരു ഡിസൈൻ കിട്ടി. എന്നിട്ട് ഞാൻ തലേന്ന് രാത്രിയിൽ കേക്ക് ഫസ്റ്റ് കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും വിപ്പിംഗ് ക്രീമിൽ ചെയ്യുമ്പം നമ്മളുടെ ഫൈനൽ കോട്ടിങ് നല്ല സെറ്റായിട്ടിരിക്കണം. അങ്ങനെ ഞാൻ സെറ്റാക്കി പിറ്റേ ദിവസം രാവിലെ സ്റ്റെൻസിൽ ഡിസൈൻ കൊടുക്കുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. പക്ഷേ ചിലരുടെ ശരിയാവും, ചിലരുടേത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റേത് ശരിയായില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ക്യാഷ് മുടക്കി മേടിച്ച സ്റ്റെൻസിൽ ഡിസൈനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നോർമലി സ്പാച്ചിൽ വെച്ച് ഡിസൈനൊക്കെ ചെയ്ത് റെഡ് റോസസാണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്രഷ് ഫ്ലവർ അല്ല കേട്ടോ. അങ്ങനെ ആ ഫ്ലവേഴ്സൊക്കെ വെച്ച് എൻഗേജ്മെൻറ്റിൻ്റെ ടോപ്പറും വെച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത സ്റ്റെൻസിൽ ഡിസൈനേക്കാളും എന്തുകൊണ്ടും എനിക്ക് കാണാൻ നല്ലതായിട്ട് തോന്നിയത് ഈ സ്പാച്ചിൽ വെച്ച് ഞാൻ കൊടുത്ത ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് പക്ഷേ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ അവരുടെയൊക്കെ ശരിയാവുന്നുണ്ട്, എൻ്റെ ശരിയായില്ല. പിന്നെ ഉണ്ടായിരുന്നത് 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അത് നമുക്ക് താഴെ ഡമ്മി വെച്ചിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത്. മുകളിൽ 1 kg കേക്ക് നമുക്ക് സ്റ്റാക്ക് ചെയ്യാനുണ്ടായിരുന്നേ. നമ്മൾ ഈ ഡമ്മി ഫൈനൽ കോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചില്ലെങ്കിൽ അതങ്ങ് നമുക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അങ്ങനെ ഞാൻ കേക്കൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇതിനകത്തൊരു അബദ്ധം പറ്റിയ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ റെഫറൻസ് പറഞ്ഞപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ്, അതുകൊണ്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കേക്കിൽ ആഡ് ചെയ്ത് തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കേസ് വിട്ടുപോയിട്ടോ. കേക്ക് സ്റ്റാക്ക് ചെയ്ത് ഡമ്മിയും കംപ്ലീറ്റ് ചെയ്ത് കേക്ക് സ്റ്റാക്ക് ചെയ്ത് 1 kg കേക്ക് ടോപ്പ് വെച്ച് ടോൾ കേക്കായിരുന്നു. അത് ടോപ്പിലേക്ക് വയ്ക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ആളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കേക്ക് സ്റ്റാക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നേരത്താണ് ഞാൻ ഈ ഗ്രീൻ കളറിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് തന്നെ. പിന്നെ അപ്പോൾ തന്നെ ഡമ്മി കംപ്ലീറ്റ് ചെയ്ത വർക്ക് അപ്പോൾ തന്നെ ചെയ്തതായതുകൊണ്ട് അത് അതിനകത്തേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് 1 kg ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. ഇത് കസ്റ്റമർ റെഫറൻസ് എന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 1 kg ബട്ടർ സ്കോച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1 kg സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. ക്രീം കുറച്ച് സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്പർ കേക്കായിരുന്നു. 3 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് റെയിൻബോ ഡിസൈനിൽ ചെയ്തെടുത്ത 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലെ മാസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് വേണ്ടി ചെയ്ത് കൊടുത്ത 1 kg സ്പാനിഷ് ഡിലൈറ്റും 1 kg ടെൻഡർ കോക്കനട്ട് കേക്കും ആയിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്